നമുക്കിന്ന് ഏത്തപ്പഴം ഫില്ല് ചെയ്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കിയാലോ. നല്ല ഏലക്കായുടെ ഫ്ലേവറൊക്കെ വരുന്ന നല്ല മധുരമുള്ളൊരു പുട്ട്. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നൊന്ന് കണ്ടു നോക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പുണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് അത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം. നമ്മളിവിടെ തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ചിലേക്ക് ശർക്കര പൊടിച്ചത് വേണം, അതല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഇനി കുറച്ച് ഏലക്ക പൊടിയും കൂടെ വേണം. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴച്ചിയെടുക്കണം. ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മൾ സയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പഴം ഇവിടെ നിന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്ക പൊടിച്ചത്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പുട്ടിന്റെ പൊടി സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ അതിലേക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു ലെയറായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിന്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് എത്ര വേണം അത്ര അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അമർത്തി ഒരിക്കലും നമ്മൾ നിറച്ചു കൊടുക്കരുത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്തിട്ടുള്ള പഴം കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ഇത്രയും നിറച്ചു കഴിഞ്ഞാൽ വെന്ത് കിട്ടുമെന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്യാം. ഇനി നമുക്കിത് സാധാരണ ചെയ്യുന്നത് പോലെ നല്ലതുപോലെ ആവി കയറ്റിട്ട് എടുക്കണം. ഫില്ല് ചെയ്തിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.